ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു ആ ചാനൽ. ഇന്ന് ഇടിച്ചക്ക പൊടിത്തുവലിന്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്, ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവും. ഇതിപ്പോ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്, കടയിൽ നിന്നും നമുക്ക് വാങ്ങാം. ആദ്യമായി ചക്ക വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തിയിലും കൊടുവാളിലും പിന്നെ കയ്യിലും എല്ലാം വെളിച്ചെണ്ണ പുരട്ടണം. ഇതിലെ പശ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ചക്ക 2 പീസാക്കിയിട്ടുണ്ട്. ഒരു ചകിരി എടുത്ത് അതിലുള്ള പശയൊക്കെ ഒന്ന് തുടയ്ക്കണം. ചകിരി ഇല്ലെങ്കിൽ ഒരു പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഉപയോഗിക്കാം. ഈ ചക്കേനെ ചെറിയ പീസസ് ആക്കി മുറിച്ച ശേഷമാണ് മുള്ളു കളയുന്നത്. അപ്പൊ നമുക്ക് ചക്കനെല്ലാം ചെറിയ പീസസ് ആക്കി മുറിക്കാം. സൂക്ഷിച്ച് മുറിക്കണം, കയ്യിലൊന്നും തട്ടരുത്. വീണ്ടും പശ വരുന്നുണ്ടെങ്കിൽ തുടച്ചെടുക്കാം. കയ്യിലും കത്തിയിലും എണ്ണ തേക്കാം. ഇത്രയും ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും മുള്ളു മുറിച്ചു മാറ്റാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിൽ പശയൊക്കെ ആയിട്ടുണ്ട്. ഇത് മാറ്റാനുള്ള വിദ്യ പിന്നെ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിൽ നിന്നും തോലെല്ലാം എടുത്തു മാറ്റണം. ഇതുപോലെയാണ് എടുത്തു മാറ്റുന്നത്. കയ്യിൽ കത്തി തട്ടാതെ സൂക്ഷിക്കണം. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലുള്ള ഈ തണ്ട് ഒരുപാടുണ്ടെങ്കിൽ കുറച്ചൊന്ന് മുറിച്ചെടുക്കണം. നമ്മൾ അതിന് ചക്കയുടെ മൂക്ക് എന്നാണ് ഇവിടെ പറയാറ്. നിങ്ങൾ എന്താ പറയാ? പശയുള്ള കത്തികൾ ഇതുപോലെ തീയിൽ കാച്ചിയ ശേഷം ചകിരി വെച്ചോ കടലാസ് വെച്ചോ നമുക്ക് തുടച്ചെടുക്കാം. ഒരു കയ്യിൽ ക്യാമറയും പിടിച്ചാണ് കേട്ടോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുടയ്ക്കുന്നത്. മുറിച്ചെടുത്ത ചക്ക നല്ലപോലെ കഴുകിയ ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കണം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു വിസിലിന് വേവാൻ വെക്കാം. കയ്യോ കരണ്ടിയോ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് അടച്ച് ഒരു വിസിലിന് വേവിക്കാം. കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലാവുകളെല്ലാം കായ്ക്കുന്ന സമയമാണ്. ഇടിച്ചക്ക കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ചക്ക നല്ലപോലെ തണുത്തിട്ടുണ്ട്. ചക്കക്കുരു എല്ലാം ഡെവലപ്പായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിരിക്കുന്നത്. കുറച്ചുകൂടി ഇളയതാണെങ്കിൽ കുറച്ച് ഹാർഡായിരിക്കും. അങ്ങനെയാണെങ്കിൽ മിക്സി ഉപയോഗിച്ച് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അരയ്ക്കരുത്, ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോ നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച് അമർത്താം. അതും അല്ലെങ്കിൽ ഗ്ലാസിന്റെ ബാക്ക് സൈഡ് വെച്ച് ഒന്ന് പ്രസ് ചെയ്യാം. ഉള്ളി ചതിക്കുന്ന കല്ല് ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്തോളൂ. ഞാനിപ്പോൾ എല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. കട്ടകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ മസാലകൾ എല്ലായിടത്തും എത്തുകയുള്ളൂ. ഉപ്പും മുളകും മഞ്ഞളും എല്ലാം എല്ലാ വശത്തും എത്തിയ ശേഷം നമുക്ക് ഇതിനെ ഒന്ന് താളിച്ചെടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 10 ചെറിയുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇടാൻ മറന്നുപോയി. ഒന്ന് വഴറ്റിയ ശേഷം 3 ടേബിൾ സ്പൂൺ തേങ്ങയിട്ട് ചെറുതായി ഒന്ന് ഇളക്കാം. തേങ്ങയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാൻ മറന്നുപോയില്ലേ? അത് നമുക്കിപ്പോൾ ചേർത്താലോ? ചെറിയ ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ചതച്ച് വെച്ച ചെറിയുള്ളി ഇട്ട് ചുവക്കെ വറുത്തെടുക്കാം. ചെറിയുള്ളി പച്ചയ്ക്ക് കറിയിലേക്ക് ഇടരുത്. ചക്കപ്പൊടിത്തൂവൽ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ചെറിയുള്ളി. അതുകൊണ്ട് അത് തീർച്ചയായും നിങ്ങൾ ഇതിൽ ചേർത്തിരിക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ഈ കറിക്ക് കിട്ടുള്ളൂ. സ്റ്റൗ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് ഇടയ്ക്ക് ഇളക്കി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാണ് പഴമയുടെ രുചി. നൊസ്റ്റാൾജിക് ആയിട്ടില്ലേ? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായോ? എങ്കിൽ ലൈക്കും ഷെയറും കമന്റ് ഒന്നും ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ചക്കയ്ക്ക്. പ്രമേഹം നിയന്ത്രിക്കും, ഹൃദയാരോഗ്യം നിലനിർത്തും, ദഹന പ്രക്രിയ സുഗമമാക്കും. അങ്ങനെ ഒരുപാടുണ്ട് പറയാം. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം.